പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു കോളായിരുന്നു എനിക്ക്. ഒരു MT സർ ഹരിഹരൻ പ്രോജക്ട്സ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ, എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കോൾ. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെയൊക്കെ പടങ്ങൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പേരുകൾ സ്ക്രീനിൽ കണ്ടിട്ട് വളർന്നവരാണ്. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മൾ കാണുന്ന ആൾക്കാരാണ്. നമ്മൾക്കൊക്കെ എന്താ പറയുക, ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ അപ്പുറത്തെ എക്സ്പീരിയൻസ് ഉള്ള അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഞാൻ ഒരിക്കലും ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഒരു മൂവി ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ MT സാറിൻ്റെ എന്താ പറയുക ഭാവനയിൽ ഉണ്ടായ ഒരു കഥാപാത്രത്തിന് എനിക്ക് ജീവൻ കൊടുക്കാൻ പറ്റുക ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം അദ്ദേഹം എഴുതുന്ന എല്ലാ കഥാപാത്രങ്ങളും വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കുറേയും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരിക്കും അതിന് ജീവൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു കോള് വന്നപ്പോൾ ഞാനിങ്ങനെ ഒന്നിങ്ങനെ ആയിപ്പോയി, ഓക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ സാറ് വിളിച്ച് സംസാരിച്ചു. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, പണ്ട് ഇവർ മൂവി ചെയ്തിട്ടുള്ളതാണ്, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ദ്രേട്ടനും ഹരിഹരൻ സാർ എല്ലാവരും പറഞ്ഞപ്പോഴാണ് ഇത് ഓൾറെഡി അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്, അതിൽ ഇന്ദ്രേട്ടൻ്റെ അച്ഛനായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ സിനിമയിൽ, ഈ സിനിമയ്ക്കകത്ത്. അതിൽ അന്നത്തെ പേര് വേറെയായിരുന്നു. അപ്പോൾ ഒരു 35 വർഷങ്ങൾക്ക് മുൻപ് അവർ ഷൂട്ട് ചെയ്തൊരു കഥയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അന്ന് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല, ആ ഒരു സിനിമയിൽ ഇപ്പം ഞാൻ ആ ഒരു ക്യാരക്ടർ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എവിടെയൊക്കെയോ ഇതിനെയൊക്കെയാണ് നമ്മൾ ചില നിമിത്തങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെയോ എഴുതി വെച്ചിട്ടുള്ള പോലെ എന്നൊക്കെയുള്ള നമുക്ക് പറയാൻ പറ്റുക. കാരണം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ആ സമയത്താണ് ഇവർ ഈ കഥ എഴുതി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് അവരെടുക്കുമ്പോൾ അതിൽ ഞാൻ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു നമ്മുടെ കയ്യിലല്ല, അതൊന്നും ഒരു ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു ഫോർച്യൂണാണ് ഇതൊക്കെ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എൻ്റെ ഈ ഒരു ഇമേജിൽ നിന്ന് അപ്പുറത്തേക്ക് വളരെ മെച്ചുവേർഡായിട്ടുള്ള ഒരു റോള് കിട്ടിയതിൽ വളരെ ഹാപ്പി ആയിരുന്നു. ഭയങ്കര കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് ഒരു എന്താ പറയുക, ഒരു ആകുലതകൾ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു മൂവി ചെയ്യാൻ മണിക്കൂർ മുമ്പ് അതെങ്ങനെയായിരിക്കും, ആ ക്യാരക്ടർ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ സെറ്റ് എങ്ങനെയായിരിക്കും, ഹരിഹരൻ സാർ എങ്ങനെയായിരിക്കും, MT സാർ എങ്ങനെ പറയുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളൊക്കെ ആയിട്ടാണ് ഞാൻ സെറ്റിൽ വന്നത്. പക്ഷെ എന്നെ വെൽക്കം ചെയ്തത് ഹരിഹരൻ സാർ, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറക്ടർ എന്നെ വെൽക്കം ചെയ്തത്. പടങ്ങളൊക്കെ കാണാറുണ്ട്, എൻ്റെ പടങ്ങളൊക്കെ കാണാറുണ്ട്, നല്ലതാണ് എന്നുള്ളൊരു ഇതിലാണ് എന്നെ വെൽക്കം ചെയ്തത്. അത് നമ്മൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തരും. ഓക്കെ, ഹരിഹരൻ സാറെ പോലെ ഒരാൾ നമ്മുടെ മൂവീസ് കാണുന്നു, അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ്, ഞാൻ കാണാറുണ്ട് എന്ന് പറയുമ്പോഴൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് നന്നായിട്ട് ഗുണം ചെയ്തു. പിന്നെ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു തന്ന കാര്യം, ഇത് 10 വർഷം മുമ്പ് കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്, അല്ലാതെ 10 വർഷം മുമ്പ് സ്കൂൾ കഴിഞ്ഞിട്ടുള്ള കുട്ടിയല്ല. അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. കാരണം ഞാൻ ചെയ്തു വരുന്ന എല്ലാ കഥാപാത്രങ്ങളിലും എവിടെയൊക്കെയോ ഒരു കുട്ടിത്തമുണ്ട്, എവിടെയൊക്കെയോ ഒരു ബബ്ലിനെസ്, അത് അങ്ങനെയുണ്ട്. പക്ഷെ അങ്ങനെയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഭാനുമതി. അപ്പോൾ സാറ് തന്നിട്ടുള്ള കോൺഫിഡൻസ് വളരെയാണ്. അതായത് ഓരോ സീൻ ചെയ്യുമ്പോഴും കൊള്ളാലോ, നീ വന്ന് നോക്കൂ അങ്ങനെയൊക്കെ പറയുന്ന ഒരു കോൺഫിഡൻസ് ആണ് എപ്പോഴും ആക്ടറിൻ്റെ ഒരു ബലം. അല്ലെങ്കിൽ നമ്മളോട് കോൺഫിഡൻസ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് കിട്ടില്ല, അത് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടും. അത് ശരിക്കും അതിന് ഹരിഹരൻ സാറിൻ്റെ അടുത്ത് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയണം. കാരണം എനിക്ക് ഇത്രയും ഒരു വലിയ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചതിന്, എനിക്ക് ആ ഒരു സ്പേസ് തന്നതിന്, അല്ലാതെ വളരെ റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ട് ഭാവന ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഭാവനയെ ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു റെസ്ട്രിക്ഷൻസ് വെക്കാതെ വളരെ സ്പേസ് തന്നതിന് തീർച്ചയായിട്ടും എനിക്ക് ഹരിഹരൻ സാറിനോട് താങ്ക്സ് പറയണം. ഇതിപ്പോൾ ക്യാരക്ടർ എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ എത്ര സീനുകളിൽ വരുന്നു എന്നുള്ളതല്ല, MT സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഹരിഹരൻ സാറിൻ്റെ ഡയറക്ഷനിൽ ഒരു മൂവിയിൽ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളതാണ് അതിലൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ മൂവിയിൽ പ്രൊട്ടഗണിസ്റ്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ദ്രേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും വിനീതേട്ടനാണെങ്കിലും കവിതയാണെങ്കിലും അല്ലെങ്കിൽ അതിൽ ഓരോരുത്തരാണെങ്കിലും എല്ലാവർക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. എല്ലാവർക്കും ഈക്വൽ ഒരു ഇതുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ മൂവിയില്ല, ഇന്ദ്രേട്ടൻ്റെ ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ മൂവിയില്ല. അല്ലാതെ ആവശ്യാനുസരണം ഓക്കെ ഇനിയിപ്പോൾ ഭാവനയുടെ ഡേറ്റ് അല്ലെങ്കിൽ ഇനി ഭാവനയുടെ ക്യാരക്ടർ വേണ്ടാന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവിയേ അല്ല. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലിങ്ക്ഡ് ആണ്. സോ ഒരാളില്ലാതെ ഈ സിനിമയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇങ്ങനൊരു കോള് കിട്ടുമ്പോൾ എനിക്ക് കഥ എന്താണ് അല്ലെങ്കിൽ കഥാപാത്രം എന്താണ് എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചോദിക്കാനും പറ്റില്ല. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഓക്കെ ഇനിയിപ്പോൾ അത് എന്താണെങ്കിലും ഐ എം ഗോയിങ് ടു ഡു ഇറ്റ് എന്നുള്ളൊരു ഡെസിഷൻ നമ്മൾ എടുത്തിട്ട് വരികയാണ് ഉണ്ടായത്.